നമസ്കാരം. നമ്മുടെ കേരളത്തിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു സ്ഥലമുണ്ട്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണത്. നമ്മൾ അവിടെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആസാമിലോ ബംഗാളിലോ എത്തിയൊരു പ്രതീതിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ യാത്ര പെരുമ്പാവൂരിലേക്കാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. ഇപ്പോൾ 1 മണിയായി. ഇവിടുന്ന് 1:25 ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന മംഗള എക്സ്പ്രസ് ഉണ്ട്. അതിൽ കയറിയിട്ട് ആദ്യം ആലുവയിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു. പിന്നെ ഇവിടുന്ന് തന്നെ നേരിട്ട് മെട്രോയുണ്ട്. അതിൽ പിന്നെ പോകുന്നില്ല എന്ന് കരുതി തന്നെയാണ്. ഇനിയിപ്പോൾ മംഗള ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് നോക്കാം. 4 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ നമുക്ക് പോകാനുള്ള മംഗള എക്സ്പ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇപ്പം തന്നെ പുറപ്പെടാനുള്ള സമയമായി. ഈ ഒരു മുൻഭാഗത്തെ കോച്ചിൽ കയറാം. എറണാകുളത്ത് നിന്നും 19 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പം ഇതാ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പെരുമ്പാവൂരിലേക്ക് പോകാൻ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. 1:45 ഇപ്പോൾ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഇനിയിപ്പോൾ ഇതിനെക്കാട്ടും തിരക്കുണ്ടാവും അടുത്ത സ്റ്റേഷനായ തൃശ്ശൂരിൽ നിന്നും. ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് 590 എന്നൊക്കെ പറഞ്ഞ ഒരു ബോർഡൊക്കെ കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പെരുമ്പാവൂരിലേക്ക് 15 കിലോമീറ്റർ ആണ് ദൂരം. സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ പരശുറാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുടെ തിരക്കാണ്. നമ്മളിനി ബസ്സിലാണേ പോകുന്നത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് ദൂരം. ആ ബസ് പോകുന്ന വഴി തന്നെയാണ്. നമ്മളിനി നേരെ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് വേണമെങ്കിൽ ഓട്ടോ ആക്കിയിട്ടും പോവാം. പിന്നെ 1 കിലോമീറ്ററല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലെ ചൂടിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയും കൂടുതലാണ്. രാവിലെ 10 മണി മുതൽ തന്നെ ഇവിടെ നല്ല ചൂടായി. അത് വേറെ കാര്യം. ഞങ്ങൾ ആലുവ ടൗണിൻ്റെ ഭാഗത്തൂടെയൊക്കെ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുത്ത് വരുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുത്തിട്ടുള്ളത് വളരെയധികം കുറവാണ്. ആലുവ KSRTC ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിനാണ് പോകുന്നത്. ഇത് തൃശ്ശൂർ. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണിത്. നടന്നു പോകുമ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച കാണാം. ആലുവയിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇതുവഴി ഞങ്ങൾ നടക്കുകയാണ്. ഇനിയിപ്പോൾ വളരെ അടുത്ത് തന്നെ എത്തി. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഇവിടെ അധികം കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ പെരുമ്പാവൂരിൽ എത്തി നോക്കണം. അവിടെയും ഏകദേശം ഇതൊക്കെ തന്നെ പോലെ തന്നെയാണോ എന്ന്. പിന്നെ ഇവിടെ തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ, സെൻറ്റ് ഡൊമിനിക് ചർച്ച്. അങ്ങനെ നടന്നിപ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിലേക്ക് ഇതാ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് പെരുമ്പാവൂരിലേക്കുള്ള ബസ് നോക്കി കയറാം. ഇത് അത്യാവശ്യത്തിന് വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ്. അവിടെ എന്തായാലും അവർ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് നോക്കി അങ്ങ് കയറാം. പൊതുവെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. കളമശ്ശേരി എറണാകുളം സിറ്റിയിൽ ആലുവ പെരുമ്പാവൂർ ഇതാ ബോർഡ് ഉണ്ട്. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഇതിൽ കയറാം. ബസ് ഇവിടെ ഷാർട്ടാക്കി. നല്ല സമയത്ത് തന്നെ വന്നത്. ഏറ്റവും പുറകിലിരിക്കാം. ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇതൊക്കെ ആലുവ പെരുമ്പാവൂരിതാ ഇവിടെ എഴുതിയിരിക്കുന്നതൊക്കെ കാണാം. അത്യാവശ്യം ഒരുപാട് ബസ്സുകളുണ്ട് പെരുമ്പാവൂരിലേക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ്സിൽ ഇവിടെ നിന്ന് കയറുന്നത് 2:10 ഇനിയിപ്പോൾ എത്ര മണിക്ക് ഇത് അവിടെ എത്തും നമുക്ക് നോക്കാം. ഈ ഉച്ച സമയത്ത് നടന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേർത്ത് കുളിച്ചൊരു പരുവായി. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ ടീ ഷോപ്പുകളും ബേക്കറികളൊക്കെ ഉണ്ട്. ആലുവയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ഒരാൾക്ക് ബസ് ടിക്കറ്റ് ആയത് 25 രൂപയാണ്. ഇത് ചൂണ്ടി എന്നൊരു സ്ഥലമാണ്. ഇവിടെ
ഇവിടെയൊക്കെ അത്യാവശ്യത്തിന് എല്ലാ കടകളും ഇന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ ഈ ബസ്സിൻ്റെ അകത്ത് കൂടുതലും ഭായിമാർ തന്നെയാണ്. എല്ലാവരും ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് കയറിയവർ തന്നെയാണ്. 2:50 ഇപ്പോഴാണ് പെരുമ്പാവൂരിലേക്ക് ബസ് എത്തുന്നത്. ഇനി ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയാണ് ഈ ബസ് പോവുക. ഞായറാഴ്ച ആയാലും ഇവിടുത്തെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബസ്സുകൾ മൂന്നാർ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. കാന്തല്ലൂര് ഈ ബസ്സിന് ഇപ്പോൾ ഒരു ആലുവ കാന്തല്ലൂര് ബസ് ഓവർടേക്ക് ചെയ്ത് പോയതേ ഉള്ളൂ. ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയാണ്. 2 വരി 4 വരി പാത തന്നെയാണ്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടുന്ന് ഞങ്ങളിനി നേരെ പോകുന്നു ഒരു മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണേ. അതായത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഇല്ലേ, അതിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങ് അതിലൂടെ ഒരു വഴിയുണ്ട്. ഇന്ന് ഞായറാഴ്ച നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണത്. ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഇവിടുത്തെ റോഡ് അതൊക്കെ അടിപൊളിയാണ്. ഇതൊരു KSRTC ഒക്കെ പോകുന്നതാണ്. 2 എണ്ണം ഒരുപോലെ. ഇത് എറണാകുളം ഭാഗത്തേക്കുള്ള വണ്ടിയാണ്. എറണാകുളം, ആലുവ, ഇതൊക്കെ നല്ല തിരക്കാണ്. ഇവിടെ ഒറ്റനോട്ടത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ കൂടുതലും അന്യസംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. ഇതുവഴി ബസ്സൊക്കെ വരുന്നുണ്ട്. കോതമംഗലം, പെരുമ്പാവൂർ, എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ ആണ് ആ ഒരു മാർക്കറ്റ് ഉള്ളത്. ഈ ഭാഗത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ സ്കൂട്ടറൊക്കെ എടുത്ത് പോയിട്ടൊക്കെ ഉണ്ട് ഇതുവഴി, പക്ഷെ ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യം വരുന്നില്ലല്ലോ. നമ്മൾ ആലുവ ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചു അയ്യോ ഇന്ന് പെരുമ്പാവൂർ പോയാൽ കടകളൊക്കെ തുറക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ കടകളും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബസ്സുകളുടെ പുറകിൽ ഹിന്ദിയിലും പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഒരുപാട് കടകളുണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഇത് ഇവിടെ വലിയൊരു ബോർഡൊക്കെ കാണാം. നമുക്ക് എന്തായാലും ആ ഭാഗത്തേക്ക് പോവാം. ഇനിയിപ്പോൾ ആലുവയിലേക്കുള്ള ബസ്സൊക്കെ നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ കയറാം. ഈ 2 ഭാഗത്തും കൂടുതൽ ആൾക്കാരുള്ളത് നേരത്തെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. പിന്നീടല്ലോ ഇവിടെ സ്മെല്ലാണ്. നമ്മുടെ ഈ ബീഹാറിലും വെസ്റ്റ് ബംഗാളിലൊക്കെ പോയാൽ ഇവരെ ഓരോരോ മസാലകളില്ലേ, പാൻ മസാലകൾ, അത് തന്നെയാണ് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണത്. ഒന്നാമത് അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴേ വോമിറ്റിങ് വരും. ഇതൊക്കെ എങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നത്? അതാണ്, അതിനൊരു നിയന്ത്രണം വേണമായിരുന്നു. ശരിക്കും ഇവിടെ തന്നെയാണ് നല്ല തിരക്ക്. പെരുമ്പാവൂർ ഈ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവര് പെരുമ്പാവൂർ എന്നൊക്കെ പറഞ്ഞത്. അത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ മലയാളം കാണുന്നില്ല കേട്ടോ. മലയാളം ഇല്ല, മലയാളം മീൻസ് എഴുതി ബോർഡല്ല, മലയാളികൾ. ഞങ്ങളിങ്ങനെ നേരെ നടന്നു പോവുകയാണ്. കാരണം ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ടെക്സ്റ്റൈൽസ് ആയാലും ഈ ബാഗുകളൊക്കെ വാങ്ങിക്കുന്ന ഇതുപോലെയുള്ള കടകളൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ കൂടുതലും മൊബൈൽ ഷോപ്പുകളാണ്.
ഇവിടെ എവിടെയും സിഗരറ്റും വീടിയും അതുപോലെ തന്നെ ഫാനും ബിരിയാണിയൊക്കെ. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മളൊരു വെസ്റ്റ് ബംഗാളിലും ബീഹാറും അസ്സാമും അങ്ങനെയൊക്കെ ഒരു ഭാഗത്തൂടെ നടക്കുന്നൊരു പ്രതീതി തന്നെയാണ്. കാരണം ഞങ്ങൾ അവിടെയൊക്കെ പോയത് തന്നെയാണ്. ഇതുവഴിയാണ് ഞങ്ങൾ നടന്നു വന്നത്. ആ ഭാഗത്ത് മുഴുവനുണ്ടല്ലോ പുകയിലേക്ക് വെക്കുന്ന ഭാഗങ്ങളാണ്. പിന്നെ ഇവിടെ ഒരുപാട് ബാർബർ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതുവഴിയും നമുക്ക് നടന്നു പോകാനൊക്കെ സാധിക്കും. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് തന്നെ തയ്ക്കുന്നതൊക്കെ കാണാം. ചെറിയ കടയൊക്കെയാണ് ഇവിടെ. ചെറിയ പൈസക്ക് ഷർട്ടുകളും പാൻറ്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇതുപോലുള്ള തയ്യൽ കടകൾ ഒരുപാടുണ്ട് ഇവിടെ. നമ്മുടെ കേരളത്തില് ഇങ്ങനൊരു സ്ട്രീറ്റ് മറ്റെവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇവിടൊക്കെ ഉണ്ട്. എന്റെ പൊന്നെ, എന്നാലും നമ്മളായാലും ഇവര് കടയിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കുമ്പോ മലയാളത്തിലേക്ക് വിളിക്കണ്ടേ? അതില്ല, എല്ലാം ഹിന്ദി തന്നെയാണ്. ഓൺലി ഹിന്ദി. ഹിന്ദി ഉണ്ട്, അസാമീസ് ഉണ്ട്, ബംഗാളി ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, പിന്നെ ഇവരിങ്ങനെ ഇവിടെ കച്ചവടം നടത്തുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇവർ ഈ ലഹരിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ട്രെയിൻ വഴി തന്നെ ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. പല ടൈപ്പ് സാധനങ്ങൾ ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. ഇവിടെയൊക്കെ ചെരുപ്പാണ്. നമ്മൾ ഡൽഹിയിലൊക്കെ പോയാൽ അല്ലെങ്കിൽ വലിയ വലിയ മാർക്കറ്റിലൊക്കെ പോയാൽ കാണുമല്ലോ, ചെറിയ പൈസക്ക് ഇതുപോലുള്ള ചെരുപ്പുകളൊക്കെ ഒരുപാട് വാങ്ങിക്കാനും ആൾക്കാരുണ്ട് ഇവിടെ. പെർഫ്യൂംസ് ആണ് ഇവിടെ. നിങ്ങളിപ്പോൾ തന്നെ ഒരുപാടായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ അകത്തേക്ക് പോവാം. ഏത് വഴി വേണമെങ്കിലും നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റും. ശരിക്കും പെരുമ്പാവൂരിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഞായറാഴ്ചയുടെ ഈ ഭാഗത്ത് തന്നെയാണ്. ഇവിടെയൊക്കെ പുകയിലാണ്. എന്ത് ചെയ്യ, ഇവിടെ കിട്ടാത്തതായിട്ടൊന്നും ഇല്ല കേട്ടോ. എൻ്റെ പുറകിലേക്കും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും നടന്നു പോകാനുള്ള ഒരു സേഫായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇവർ ചോദിക്കുന്നത് എന്തിനാണ് വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു പുകയിലേൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ എന്തിനാണ് എടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൂടെ നമുക്ക് വീഡിയോ എടുക്കാൻ എന്തിനാണ് ഇങ്ങനെ ഒരു സത്യം പറഞ്ഞ ഒരു പേടി എന്നൊക്കെ നമുക്ക് പറയാം. കാരണം എന്തൊക്കെ അടിച്ചിട്ടാണ് അവിടെ ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആകെ പേടിയുള്ളത് മനുഷ്യരെ തന്നെയാണ്. ആ സമയത്ത് എന്തൊക്കെയാണ് റിയാക്ട് ചെയ്യാന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തെ വൃത്തിയൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ. ഇതാണ് നമ്മൾ പറഞ്ഞത്, പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ വെസ്റ്റ് ബംഗാളിലോ അസാമിലോ ഒരു ഭാഗത്തെത്തിയ പോലെയാണെന്ന്. ശരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ കേരളമായിട്ട് ഒരു കണക്റ്റും ഇല്ലാത്തൊരു ഭാഗമായിട്ടാണ് ഇവിടെ തോന്നിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഓട്ടോ ഒക്കെ കാണുമ്പോഴാണ് ഒരുത്തന്നെ അവിടുന്ന് ഒരു സാധനം കഴിക്കുന്നത് കണ്ടില്ലേ, അതന്നെയാണ് എല്ലാവരും വായിലിവിടെ. ഈ ഓട്ടോറിക്ഷകൾ കാണുമ്പോഴാണ് നമ്മൾ കേരളത്തിലാണെന്ന് പിന്നെയും മനസ്സിലാവുന്നത്. നമ്മളുള്ളത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവര് ആഴ്ചയിൽ 6 ദിവസമാണ് ഇവര് പണിയെടുക്കുക. ഇന്ന് അതായത് ഞായറാഴ്ച എന്നിട്ട് എല്ലാവരും ഒത്തുകൂടും. ഇന്ന് ലീവാണ്.
വിവേക് എക്സ്പ്രസ്സിലും അരണോയ് എക്സ്പ്രസ്സിലും ഗുരുദേവ് എക്സ്പ്രസ്സിലും ഷാലിമാർ എക്സ്പ്രസ്സിലും അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ കൊൽക്കത്ത, അസാം, ബീഹാർ, അതായത് ബീഹാറിലേക്കുള്ള പട്ന എക്സ്പ്രസ്, അതിനൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഇവിടെ നിന്നൊക്കെ തന്നെയാണ് വരുന്നത്. ഞങ്ങളെന്തായാലും അധിക നേരം ഈ ഭാഗത്ത് നിൽക്കുന്നില്ല. ഞങ്ങളെന്തായാലും ഇപ്പം തന്നെ ഇവിടുന്ന് റിട്ടേൺ ആവും. ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്തിൻ്റെ കാഴ്ചകൾ പകർത്താമെന്ന് കരുതി. ഇവിടെയും ഇതുപോലെയുള്ള കടകളൊക്കെ ഉണ്ട് ചെറിയ. ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു എൻട്രൻസ് ഇതുവഴിയാണ്. ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമുക്കിവിടെ ഈ ഭാഗത്തേക്കൂടെ നടന്നിട്ട് ഇപ്പോൾ പോയ ഒരു ഭാഗത്തിന്റെ കാഴ്ച കാണാനായി സാധിക്കും. അതായത് ആ മുകളിൽ നിന്നുള്ളൊരു വിഷ്വൽസ് ഇവിടെ വരെയാണ് നമ്മൾക്ക് കയറി വരാനായി സാധിക്കുക. അതായത് ഇതിന്റെ മുകളിൽ നോക്കുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിന്റെ നല്ലൊരു വ്യൂ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ താഴേക്ക് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഡ്രഗൊക്കെ അടിച്ചിരിക്കുന്നതാണോ നമുക്കൊന്നും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ പെട്ടെന്നൊരു കാഴ്ച കണ്ടപ്പോൾ, ഞങ്ങൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലത്തെ 28 സംസ്ഥാനത്തിൽ 26 ഞങ്ങളിപ്പോൾ നിലവിൽ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാനായി കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സത്യം എനിക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ശരിക്കും പേടിയാണ് വരിക. ഒരു സേഫായിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല. എക്സ്പെഷ്യലി അവിടെയൊക്കെ ആ ഒരു വെറ്റിലായാലും ഓരോരുത്തർ ആൾക്കാരുടെ നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാവും. അല്ലേ നവി? നമ്മള് ഈ ഫോൺ എടുത്തിട്ടാണല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കുറെ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പല ഗള്ളികളിലേക്കും കുറെ സ്ഥലത്ത് പോകയിലേക്ക് വിൽക്കുന്നില്ല. നമുക്ക് എടുക്കുമ്പോൾ നമ്മുടെ സേഫും കൂടെ നോക്കണ്ടേ? തീർച്ചയായിട്ടും. ആലുവയിലേക്കുള്ള ബസ് ഇനിയിപ്പോ എവിടെ നിന്നാണെന്ന് ആദ്യം നോക്കണം. അത്യാവശ്യം ഒരുപാട് ബസ്സുകളുണ്ട്. ഇത് അങ്കമാലിയിലേക്ക് പോകുന്ന ബസ്സാണേ. അങ്കമാലിന്റെ മുകളിൽ കണ്ട ഹിന്ദിയിൽ എഴുതിയിട്ട്, ഇവിടുത്തെ ഒട്ടുമിക്ക ബസ്സിലും ഹിന്ദി എഴുതിയത് കാണാം. ഇതേ ഇവിടെ കണ്ട, ഇത് പെരുമ്പാവൂർ ആലുവ വണ്ടിയാണ്. ഇതിലൊക്കെ നല്ല വലുതായിട്ട് തന്നെ ഹിന്ദി എഴുതി കാണാം. നമുക്കെന്തായാലും ഈ ഒരു ബസ്സിൽ തന്നെ പോവാം. ഇത് ആലുവ, പക്ഷേ ഇത് എറണാകുളം, അതായത് നമ്മുടെ സൗത്തിലേക്ക് പോകുന്നുണ്ട്. നമുക്കെന്തായാലും അവിടത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിൽ കയറാം. അതിൽ കയറിയിട്ട് വീണ്ടും ഇറങ്ങി മാറി കയറണ്ടേ? ഇതിലോട്ട് കയറാം. നമ്മളിവിടുന്ന് ഈ ഒരു ബസ് കയറി. ഇതിനിപ്പോൾ ഇവിടുന്ന് 4 മണിക്കേ പുറപ്പെടുള്ളൂ. 1.5 മണിക്കൂർ വേണം എറണാകുളം സൗത്തിൻ്റെ ഭാഗത്തേക്ക്. വൈകുന്നേരം ആകുന്ന സമയത്ത് തന്നെയാണ് ഇവിടുത്തെ തിരക്കിന് നല്ല വർധനമുള്ളത്. ഇവിടുന്ന് ഇതാ നമ്മുടെ വണ്ടി എടുക്കുകയാണ്. ഈ പെരുമ്പാവൂരിലെ വ്യവസായം എന്ന് പറയുന്നത് മരവും പ്ലൈവുഡുമാണ് മെയിനായിട്ട്. ഈ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് ഇപ്പൊക്കെ ആൾക്കാരൊക്കെ ഇതാ മുകളിലായാലും താഴെയൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ രാത്രി കുറച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എന്താണെന്ന് അറിയില്ല. അതെന്തായാലും ഒരു മോശം പ്രവർത്തനങ്ങൾ കുറച്ച് ഭാഗത്തായിട്ട് ഉണ്ടാവുമല്ലോ. ഇവിടെ നേരത്തെ ഒരു നടന്നു വന്ന വഴിയാണിതൊക്കെ. ഞങ്ങൾ ആദ്യം ബസ് വന്ന് ഇറങ്ങിയത് എവിടെയായിരുന്നു? പെരുമ്പാവൂരിൽ നിന്നും എറണാകുളത്തേക്ക് ഒരാൾക്ക് ബസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് 40 രൂപയാണ്. ബസ്സിൻ്റെ അകത്ത് കൂടുതലും ഭായിമാർ തന്നെയാണ്. ഇവർക്ക് ബസ് മാറിപ്പോയെന്ന് തോന്നുന്നു. കണ്ടക്ടറേറ്റിനൊന്നും അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല. കാരണം എന്താ അറിയോ, പലരും ഹിന്ദിയൊന്നും അല്ല പറയുന്നത്, വേറെ ഏതോ ഭാഷയാണ്. ഇതൊന്നും അസാമീസ് ആണെന്നാണ് തോന്നുന്നത്. അവർക്ക് മലയാളം അറിയില്ല, അതും വേറെ ഒരു കാര്യം. അങ്ങനെ എടപ്പള്ളി ഭാഗത്തെത്തി. ലുലു മാള്. എടപ്പള്ളി ചർച്ചാണിത്. പ്രധാനപ്പെട്ടൊരു പള്ളിയായത്. കലൂരെത്തി. ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് കൂടി നല്ല തിരക്കാണ്. 5:15 ഇപ്പോൾ. ഇനി കുറച്ചും കൂടെ അല്ലേ പോകാനുള്ളൂ. എന്തായാലും 5 തന്നെയാണ്.
കൊച്ചി മെട്രോയാണ് ഇതുവഴി പോകുന്നത്. ഞങ്ങളല്ലെങ്കിലുണ്ടല്ലോ പെരുമ്പാവൂരിൽ നിന്ന് നേരെ ബസ് കയറി ആലുവ എത്തിയിട്ട് ആലുവയിൽ നിന്ന് മെട്രോ കയറി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടത്തേക്ക് വരാനായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായത്. പിന്നെ നേരിട്ട് ഈ ബസ് ഉണ്ടാകുമ്പോൾ പിന്നെ മാറി കയറി വരേണ്ട കാര്യം വരുന്നില്ലല്ലോ. എറണാകുളം നഗരത്തിലെ ബസ്സുകളുടെ പിന്നെ കാര്യം പറയണ്ടല്ലോ. ഇതാ നമ്മൾ വന്ന ബസ് ഇതാണ്. കറക്റ്റ് 5:30, അതായത് 1.5 മണിക്കൂർ യാത്ര തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കുള്ളൂ. ഞങ്ങളിനിപ്പോൾ നേരെ പോകുന്നത് റൂമിലേക്കാണ്. അങ്ങനെ തിരിച്ച് റൂമിലെത്തിയേ ഈ പെരുമ്പാവൂരിൽ ഇത്രയധികം അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ വരാനുള്ള ഒരു കാരണം ഇനി നോക്കാം. നേരത്തെ തന്നെ പറഞ്ഞല്ലോ അവിടെ ഒരുപാട് വ്യവസായങ്ങളുണ്ടെന്ന്, അവിടെ ഒരുപാട് പേര് പണിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കടകളുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് ബേക്കറികളുണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസും ഉണ്ട്. അതിലൊക്കെ പണിയെടുക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ എത്രത്തോളം ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഇതിന്റെ വ്യക്തമായ കണക്ക് ഞങ്ങൾക്ക് അറിയില്ല. ഗവൺമെന്റ് അതൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ എന്ന് കൂടി ഞങ്ങൾക്ക് അറിയില്ല. കൂടെ എന്ന് വെച്ചാല് ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ബംഗാളി പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലത്തെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആളാണോ ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളാണോ നമുക്കറിയില്ലല്ലോ. കൂടാതെ തന്നെ ഉണ്ടല്ലോ ഞങ്ങള് നമ്മുടെ സിൽച്ചർ ആർണോയി വിവേകിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിന് നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേരെ കണ്ടുകൊണ്ടാറുണ്ട്. പെരുമ്പാവൂരിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതിൽ തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന, അതായത് കുടുംബമായിട്ട് തന്നെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ മലയാളം പറയുന്ന ആൾക്കാരൊക്കെയാണ് അവര്. മലയാളം പഠിച്ചു വന്നവര്. ഇപ്പൊ ഇല്ല കുറെ ആൾക്കാർക്ക് മലയാളം ഇങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പൊ എനിക്കൊന്ന് അടുത്തായിട്ട് വന്നവരായിരിക്കും അവര്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ ജീവിച്ച് വളരുന്നവരൊക്കെ ഉണ്ട്. അതായത് തൊഴിലെടുത്ത് മാന്യമായി പോകുന്നവരുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളേ ഇല്ല എന്ന് പറയാം. പക്ഷെ വേറെ കുറച്ച് പ്രശ്നങ്ങൾ കൂടി പെരുമ്പാവൂരുണ്ട്. അതായത് ഒരു 1.5 മാസം മുന്നേ എല്ലാ സമൂഹ മാധ്യമങ്ങളും വന്ന വാക്കാണ്. അതായത് വാർത്ത എന്ന് പറഞ്ഞാല് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നല്ല രീതിയിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ പറഞ്ഞ ലഹരി മരുന്നുകളൊക്കെ. അപ്പൊ ഈ ലഹരിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ കുറെ പേർക്ക് HIV ഉണ്ട് എന്നാ പറഞ്ഞത്. HIV എന്ന് പറഞ്ഞാൽ ഈ ലഹരി യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, മനു പറഞ്ഞില്ല രാത്രിക്കത്തെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. അതായത് കുറച്ച് അനാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതൊന്നും നമുക്ക് എന്തായാലും വീടുകളൊന്നും ചിത്രീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുവഴിയൊക്കെ കുറെ പേർക്ക് HIV അങ്ങനെ മോശമായ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞ നല്ല രീതിയിൽ തൊഴിലെടുത്ത് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം ഇന്ത്യക്കാർക്ക് എവിടെയും പോയിട്ട് ജീവിക്കാനും താമസിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ മോശം ആൾക്കാരാണ് നമ്മുടെ നാടിനെ പറയിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞു ബംഗ്ലാദേശിലൊക്കെ വന്നവരായിരിക്കും ചിലപ്പം, നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ളവരാണ് നമ്മുടെ നാടിനെ എന്തോ മോശം. ഇപ്പൊ നടന്നു പോകുന്ന സമയത്ത് മൊത്തം ഞങ്ങൾക്ക് ഈ ഗുഡ്ക്കൊന്നും കാണാൻ തീരെ പിടിക്കൂല. എനിക്ക് അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ വോമിറ്റിംഗ് വരും. അതായത് കാരണം വെച്ചാൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ പറഞ്ഞാൽ നമ്മുടെ എത്തിക്കഴിഞ്ഞാൽ പുകയില്ല. ആ ഒരു പിന്നെ തലമുടി മുറിക്കുന്നതിന് തൊട്ട് മുന്നിൽ വെച്ചിട്ടാണ് വിൽക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ പുകയിലും അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിവ് പരമാവധി നോക്കിയിട്ടാണ് പകർത്താൻ ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞാല് പല ആൾക്കാരുടെ നോട്ടൊക്കെ കാണുമ്പോഴേ അങ്ങോട്ട് പോകാൻ തന്നെ പേടിയ. കാരണം ഇതൊക്കെ എന്തൊക്കെയാണ് അടിച്ചു കയറ്റി നിൽക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഷൂട്ട് ചെയ്യുന്ന സാധനം തന്നെ മിക്കവാറും അടിച്ചോണ്ട് പോകും. ഈ പെരുമ്പാവൂര് ഭാഗത്തുനിന്നല്ലേ ഒരു പോലീസ് ജീപ്പ് വന്ന്, അതെനിക്കൊന്ന് എത്ര വർഷം മുന്നേ 2-3 വർഷം മുന്നെയാണ് പോലീസ് ജീപ്പ് കത്തിച്ച ഒരു വിഷയമൊക്കെ വന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ എന്താ പറയുക, ഈ ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് പോകാൻ വേറൊരു കാരണം എന്താ അറിയോ, പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ പെരുമ്പാവൂർ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണം എന്ന്. അതായത് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആലുവയിലെ 2 ചേട്ടന്മാരുണ്ട്. ഞാൻ പറഞ്ഞ മാന്യമായി അവിടുന്ന് വന്ന് ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, ഒരു വിഷയമില്ലാതെ. അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾക്ക് അറിയാം. ഈ പറഞ്ഞ പ്രശ്നമാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാടിനെ കൂടെ പറയിപ്പിക്കുന്നത്. അത് നാടിനല്ല, നമ്മുടെ രാജ്യത്തിന് തന്നെ ശരിക്കും പറഞ്ഞ ഒരു അപമാനം തന്നെയാണത്. ഇനി എന്താ, ഇനി അടുത്തത് ഞങ്ങൾ നേരെ പാലക്കാടേക്ക് ട്രെയിനിൽ പോവുകയാണ്. അതൊരു 1-1.5 ട്രെയിനാണ്. നമ്മുടെ ഗുരുദേവ് എക്സ്പ്രസ് ഇല്ലേ, അതിന്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ് ഞങ്ങൾ പാലക്കാടേക്ക് പോകുന്നത്. അതായത് ബംഗാളി വണ്ടി തന്നെ. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ്, എറണാകുളത്താണ് വണ്ടി ഫുൾ ആവുക. അതെ, എറണാകുളത്ത് 8:40 ടൗൺ ആണല്ലേ, എറണാകുളം ടൗൺ. ഇനിയിപ്പോ അങ്ങോട്ട് പോകണം. ഞങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം മാത്രമേ പോകുന്നുള്ളൂ. റൂമിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഇപ്പോ 7:45. നമ്മുടെ ട്രെയിൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനാണല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മെട്രോ കയറിയിട്ടാണ് പോകുന്നത്. സൗത്ത് മെട്രോ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് തട്ടുകടകളൊക്കെ ഉണ്ട്. ഈ സമയത്ത് വേറെ ട്രെയിനൊന്നും തന്നെ ഇല്ല. അങ്ങനെ മെട്രോ കയറി ടൗൺ ഹാളിലെത്തി. ഒരാൾക്ക് 20 രൂപയാണ് ആയത്. പുറത്തേക്കുള്ള വഴി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതുവഴിയാണ് എക്സിറ്റ്. അങ്ങനെ മെട്രോ ഇറങ്ങി നേരെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തേക്ക് എത്തി. നിലവിലിപ്പോൾ ഇവിടെ നവീകരണമാണ്. ഇപ്പോൾ സ്റ്റേഷന്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ബാക്കിയുണ്ട്. ഇതും കുറച്ച് കഴിഞ്ഞാൽ പൊളിക്കും. അവിടേക്കാണ് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ ട്രെയിൻ വരിക 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. കുറച്ച് സമയം കൂടി ഉണ്ട്.
8:25 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാജസ്ഥാനിലെ അജ്മീറിലേക്ക് പോകുന്ന മരുസാഗർ എക്സ്പ്രസ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഇത് വീക്ക്ലി ട്രെയിനാണ്. ഇത് ചൊവ്വാഴ്ച വൈകുന്നേരം അജ്മീറിലെത്തും. കേരളത്തിൽ നിന്ന് അജ്മീറിലേക്കുള്ള ഒരേ ഒരു ട്രെയിനാണിത്. ഞങ്ങൾ ഈ ട്രെയിനിൽ യാത്ര പോയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് അജ്മീറിലേക്ക് സ്ലീപ്പറിലാണ് പോയത്. കൊങ്കൺ വഴി പോകുന്ന വണ്ടിയാണ് ഇത്. ഇത് നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ് ആണ്. 8:50 ഒരു ട്രെയിനും കൂടെ കടന്നു വരുന്നത് കാണാം. തിരുവനന്തപുരം നോർത്ത് മൈസൂരു എക്സ്പ്രസ്. ഇതിന് എറണാകുളം ടൗണിൽ സ്റ്റോപ്പില്ല. ഇത് പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വണ്ടി വരും. കാരണം ഔട്ടറിലുണ്ട് വണ്ടി. ഒരുപാട് നേരമായി ഇത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് തന്നെയാണ് ആദ്യം പോകേണ്ടത്. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. നാഗർകോവിലിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ വഴി ഷാലിമാർ വരെ പോകുന്ന നാഗർകോവിൽ ഷാലിമാർ ഗുരുദേവ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ടൗൺ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിयों कृपया ध्यान दीजिए. पालक्कड़ से होकर जाने वाली गाड़ी नंबर 1, 2, 6, 5, 9 नागरकोइल शालीमार गुरुदेव सुपरफास्ट एक्सप्रेस थोड़ी ही देर में एर्नाकुलम टाउन प्लेटफॉर्म नंबर 1 पर आएगी. 9 മണിയായി. ട്രെയിൻ നമ്പർ 12659 ഇതാ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. പ്ലാറ്റ്ഫോം ഇപ്പോൾ ഫുള്ളായി. ബക്കറ്റും ചാക്കും കട്ടൊക്കെ എടുത്ത് ഒരുപാട് പേര് വരുന്നത് കാണാം. ഞങ്ങളുടേത് സ്ലീപ്പർ ക്ലാസ്സിൽ S4 ആണ്. ഇപ്പോൾ ഇവിടെ ആയിട്ട് തന്നെയാണ് അത് വരിക. WP4 ആണ് ലോക്കോമോട്ടീവ്. ഇറക്കണം. മുന്നിൽ അൺറിസർവ്ഡ് കോച്ചുകളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ഇവിടുന്ന് തന്നെ ഫുള്ളാവും. ഇവിടുന്നും ഇതിപ്പോൾ ഫുള്ളാ. അടുത്ത സ്റ്റോപ്പിന് ആലുവയാണല്ലോ. അവിടെ നിന്നും ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. കാരണം പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്കൊക്കെ അവിടെ നിന്നാണല്ലോ കയറാനുള്ളത്. സ്ലീപ്പർ ക്ലാസ്സിൽ കുഴപ്പമില്ല. ഞങ്ങളുടേത് ഒരു ലോവർ ബെർത്തും ഒരു അപ്പർ ബെർത്തും ആണ്. 9ഉം 11ഉം. S3 ഈ വരുന്ന കോച്ചാണ് നമ്മുടേത്. യെസ്, ഇത് തന്നെയാണ്. ഗംഗ അറ്റത്ത് തന്നെയാണ് നമ്മുടെ ബെർത്തുകൾ. സ്ലീപ്പർ ക്ലാസ്സിലേക്ക് തന്നെ കയറാം. എങ്ങനെയാണ് ഇവിടുന്ന് ഇതിൻ്റെ അകത്തെ 9ഉം 11ഉം. ഇതാ ഇവിടെയാ. നിലവിലിപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിന്റെ അകത്ത് വലിയ തിരക്കൊന്നുമില്ല. കറന്റ് ബുക്കിംഗ് വഴിയാണ് ഇതിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 180 രൂപയാണ് എറണാകുളം ടൗണിൽ നിന്ന് പാലക്കാട് വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. ഈ ട്രെയിൻ സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള വണ്ടിയാണ്. ഇതിന്റെ വാഷ് ഏരിയന്റെയും ടോയ്ലറ്റിന്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ അടിപൊളിയാണ്. ഇനിയിപ്പം നാളെയും മറ്റന്നാളൊക്കെ എത്തുമ്പോൾ എന്താവും നമുക്കറിയില്ല. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ആലുവ. ഇന്ന് പൊതുവെ ശരിക്കും പറഞ്ഞാൽ തിരക്ക് കുറവാണ്. സ്ലീപ്പർ ക്ലാസ്സിലായാലും അൺറിസർവ്ഡിലായാലും. 9:27 ട്രെയിൻ ഇപ്പോൾ ഇതാ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അൺറിസർവ്ഡിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഇവിടെ 2 മിനിറ്റ് ആണ് ട്രെയിനിൽ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ നിന്നൊക്കെ കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് കണ്ടോ. സ്ലീപ്പർ ക്ലാസ്സൊക്കെ ഇതാ ഇനി ഇവിടെ നിന്നാണ് ഫുള്ളാവുക. ഇവരുടെ കയ്യിൽ മെയിനായിട്ട് ഉണ്ടാവുക ബക്കറ്റാണ്. ഈ നമ്മുടെ പെയിൻറ്റിൻ്റെ ബക്കറ്റില്ലേ, അതൊക്കെയാണ് കൂടുതലായിട്ടും. നമ്മുടെ കോച്ചിലേക്കും ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ്.
കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു രാത്രി കാഴ്ച. ഇവിടെയാണ് വിമാനങ്ങൾ മുഴുവനും. ലാൻഡിങ്ങും ടേക്ക് ഓഫൊന്നും ഇല്ല ഈ സമയത്ത്. കേരളത്തിലും പൈസ പിരിക്കാൻ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, കേരളത്തിലും 10:22 ട്രെയിൻ ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടുന്ന് അൺറിസർവ്ഡിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. PCR എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഇവിടെ നിന്നൊക്കെ ഇതാ ബക്കറ്റൊക്കെ എടുത്ത് വരുന്നതാണ്. ഒരുപാട് പേര് ഇവിടുന്ന് കയറാനുണ്ട്. മുന്നിലത്തെ അൺറിസർവ്ഡ് ഭാഗത്ത് തിരക്കായത് കൊണ്ടാകാം ഒരുപാട് പേര് അങ്ങോട്ട് ഓടിപ്പോകുന്നത്. TT ചെക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കുറേ ആൾക്കാർക്ക് ഫൈനൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. രാത്രി 11 മണിക്ക് ശേഷം വരുന്നതുണ്ടോ? എന്തൊരു കഷ്ടകാലമാണ് ഇത്. എറണാകുളത്ത് നിന്നും 146 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പിതാ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 11:47 എത്തേണ്ടത്. ഇപ്പോൾ 11:51. ഔട്ടറിലെ വണ്ടി നിർത്തി. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസ് എടുത്ത് പോയതേ ഉള്ളൂ. അത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അൺറിസർവ്ഡിലേക്ക് കയറുന്ന ആൾക്കാരുടെ തിരക്കാണിത്. ഇവിടുത്തെ ഇത്ര തിരക്ക് വരാൻ കാരണം നമ്മുടെ മലബാർ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് വേണം ഈ ഒരു ട്രെയിനിൽ കയറാൻ. അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വരാമല്ലോ. എന്നിട്ട് ഇവിടുന്ന് ഇത് കയറാം. കൂടുതൽ ആൾക്കാരും കൊൽക്കത്ത ഭാഗത്തൊക്കെ തന്നെയാകാം. പാലക്കാട് ജംഗ്ഷനിൽ ഈ ട്രെയിന് 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനി ഈ ട്രെയിൻ വിജയവാഡ, വിശാഖപട്ടണം, ഭുവനേശ്വർ വഴി തന്നെയാണ് പോകുന്നത്. ചൊവ്വാഴ്ച ഉച്ചക്കാണിത് ഷാലിമാറിൽ എത്തേണ്ടത്. ഇതെന്തായാലും ലേറ്റ് ആവും, വൈകുന്നേരത്തെ എത്തുള്ളൂ. ഞങ്ങൾ ഈ ട്രെയിനിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ യാത്ര പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചാനൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വണ്ടിയിൽ സ്ലീപ്പർ ക്ലാസ്സൊക്കെ ബ്ലോക്കാവും. ഒരു റഷ് തന്നെയാണ് ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്. കൊൽക്കത്തയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് മാക്സിമം എടുക്കാതിരിക്കുക, AC എടുക്കുക. ഈ ട്രെയിനിൽ പാൻട്രി കോച്ചില്ല. ഇതുപോലുള്ള വെള്ളം കുപ്പികളും ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ ഓരോ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഡോറിൻ്റെ ഭാഗത്താണ് കൊണ്ടുപോയി വെക്കുക. നാളേക്ക് ആകുമ്പോൾ ഈ ഒരു സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഡോറൊക്കെ തുറക്കാൻ ഇവരൊന്നും വിടില്ല. ഇവർ മാത്രമല്ല, ആൾക്കാർ അൺറിസർവ്ഡും സ്ലീപ്പർ ക്ലാസ്സിൻ്റെ വെയിറ്റ്ലെസ് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ വന്ന് നിന്ന് അത് ലോക്ക് ചെയ്യും. ഞങ്ങളുടെ ആ വീഡിയോയിൽ അത് വളരെ വ്യക്തമായി തന്നെ അത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയേ. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. നേരെ ടൗൺ ഭാഗത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ ഇതാ ഇതിലൂടെയാണ്. കേരളത്തിലൂടെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ പൈസ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരില്ലേ, അവരുടെ ശല്യം ശരിക്കും പറഞ്ഞാൽ തുടങ്ങി. ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ ആന്ധ്ര, ഒഡീഷ, വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്ത് എത്തില്ല. അതിനു മുന്നേ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം തന്നെ അതിൽ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പെരുമ്പാവൂരിലേക്ക് പോയി. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബംഗാളിലേക്ക് പോകുന്ന ട്രെയിനിലും കയറി. നമ്മുടെ നാട്ടിലേക്ക് പണിയെടുക്കാൻ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോയി കവർ ചെയ്യാൻ പറ്റി. ഇനി ഞങ്ങൾ ഇന്ന് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, റെയിൽവേൻ്റെ ഡോർമെട്രി. ഇന്ന് രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഞങ്ങൾ ഡോർമെട്രി ബുക്ക് ചെയ്തത്. 250 രൂപയാണ് ഒരു ഡോർമെട്രി ബുക്ക് ചെയ്യാൻ ഞങ്ങൾക്കായ ചാർജ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ അടുത്ത ദിവസം കേരളത്തിലൂടെ തന്നെയുള്ള നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.